നമ്മളിന്ന് പെൻസിൽവാനിയ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ നടത്താനുണ്ട്. അവിടെ ഒന്ന് രണ്ട് കേരള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും പോയിട്ടൊന്നുമില്ല. ഇത് കണ്ടില്ലേ എൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കൂമ്പാരം പോലെ കിടക്കണത്. ഇന്ന് പതിവില്ലാണ്ട് നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. -20 പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വണ്ടിയിലേക്ക് കയറണോണ്ടിട്ടാണ് ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വണ്ടി കയറിയിരിക്കുകയല്ലേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അധികം നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റണില്ലല്ലേ, നല്ല തണുപ്പാണ്. ഈ കാറ്റ് വന്നോണ്ടിട്ടാണ് ഇത് സഹിക്കാൻ പറ്റാത്തത്. ഈ ഒരു സൈഡിലേക്കൊക്കെ വന്നിട്ട് എത്ര ദിവസമായി എന്നറിഞ്ഞാൽ. മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാനേ ഭയങ്കര മടിയാണ് ഈ ഒരു സൈഡിലേക്കൊക്കെ വരാൻ. നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുക, എന്നിട്ട് വണ്ടിയിലേക്ക് കയറുക, അതൊക്കെ തന്നെയാണ് ചെയ്യണത്. കാറ്റത്ത് ഞാൻ പറയണം, നിങ്ങൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുണ്ടോ? ഇത് നോക്ക്, പാത്ത് എന്താ കാണിക്കണ? പാത്ത് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലേ. വണ്ടി കയറിയപ്പോഴാണ് സമാധാനമായത്. കൈയൊക്കെ മരവിച്ചു. നിങ്ങൾ രണ്ടെണ്ണോ നേരത്തെ തന്നെ വണ്ടി കയറിയിരുന്നു. അയ്യോ, ഞാൻ ഇൻട്രോഡ് എടുക്കാൻ പോയായിരുന്നു. എന്തൊരു തണുപ്പുണ്ട്. പിന്നെ രക്ഷയില്ല. തണുപ്പുണ്ടോ? തണുപ്പ് ആകെ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, പതിവില്ലാണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഒരു -23, 20 ആ ഒരു റേഞ്ചിലാണ് തണുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഭയങ്കര കാറ്റും ഉണ്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റൂല. അപ്പം ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ അധികം അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ടി വരില്ല. കൂടി ആ ബാൽക്കണി വരും, അത്രയ്ക്ക് ഞാൻ ഇറങ്ങാറുള്ളൂ. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് കേട്ടോ ഇതേമാതിരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു തണുപ്പ് നമുക്ക് കേൾക്കണത്. പിന്നെ പിള്ളേർക്കൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്കൂളിൽ പോകാൻ നേരത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. രാവിലെയും വൈകിട്ടൊക്കെ ഈ മഞ്ഞത്ത് ജാക്കറ്റൊക്കെ ഇട്ട് സ്കൂളിൽ പോകണം. അത് ആലോചിക്കുമ്പോൾ നമുക്കും ഒരു വിഷമമാണ്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും വർക്ക് ഹോം ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ എത്തിയേക്കണത് ന്യൂ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് ഫുള്ള് ഇവിടെ അടിപൊളി സ്ട്രീറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് വന്നുകൊണ്ട് നല്ല വൈബായിരുന്നു. അത് വൈകിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഇപ്പോൾ അത്ര വലിയ ഒരു ആളനൊക്കെ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മളെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നും ഫുഡ് ആദ്യമേ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. ഭയങ്കര കാറ്റ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നെങ്കിലും അത്യാവശ്യം സായിപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ 65 ആയിരുന്നു. പക്ഷേ ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രേവി രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതും രണ്ടും അടിപൊളിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയൻ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗോബി മഞ്ചൂരിയൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും ചെറിയൊരു ഗ്രേവി രൂപത്തിലാണ് കേട്ടോ, കുറേ സവാളയും അതും ഇതൊക്കെ ഇട്ടിട്ട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിള്ളേർക്ക് കുൽഫി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അതേ 2 കുൽഫി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡിന് കഴിഞ്ഞു. തണുപ്പിനൊരു കുറവില്ല കേട്ടോ.
താഴെ എവിടെ നോക്കിയാലും ഈ മഞ്ഞാണെന്നേ, നമ്മൾ അതുമ്മ കൂടി വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണോ പോണത്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളി സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വന്നൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണോ വന്നേക്കണത്. ഫസ്റ്റ് തന്നെ അവിടെ ചെന്നപ്പോഴത്തേ നോക്കിക്കേണ്ടേ, അവിടെ ടേബിളിൽ ബീഫ് ബിരിയാണി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള ടൈപ്പ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ 2 വാങ്ങി വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റ്, വട, പരിപ്പോട അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല കേട്ടോ. ബിരിയാണി കണ്ടപ്പോൾ നമ്മുടെ കേരളമാണെന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ ഡ്രസ്സുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാരിയും ബ്ലൗസും സെറ്റും മുണ്ട്, അങ്ങനെ നമ്മുടേതായ കുറേ ഡ്രസ്സുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന അലമാരിയിലിരിക്കുന്ന മൊത്തം ഫ്രോസൺ ഫുഡുകളാണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് പത്തിരിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ 1-2 പാക്കറ്റ് വാങ്ങിയായിരുന്നു. കാര്യം നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കണതാണ്, എന്നാലും ഇത് കാണുമ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പവും ഉണ്ടായിരുന്നു. പിന്നെ ഇല്ലറ കുറേ ഐറ്റംസും, പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ലൈസ് വേണമെന്ന് പറഞ്ഞാൽ ലൈസ് വാങ്ങി. ലൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ലൈസ് കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിലെ ലൈസിൻ്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ കേരള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലോ ചെന്നാലാണ് നമ്മുടേതായ ഒരു ലൈസിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതേ 2 ടൈപ്പ് പിള്ളേർ അതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു മുട്ടയുടെ സെക്ഷനിലേക്കാണ് വന്നേക്കണത്. ഇവിടെ കോഴിമുട്ട കൂടാതെ തന്നെ കാടമുട്ടയും താറാമുട്ടയും ഉണ്ടായിരുന്നു. താറാമുട്ട നമ്മൾ അധികം അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് താറാമുട്ട ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങി. കേരള സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. എന്തായാലും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള കടകളൊന്നും ഇതുവരെ നമ്മളങ്ങനെ താറാമുട്ട കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തം മീറ്റുകളാണ്, മീനും ഇറച്ചിയും ഒക്കെയാണ് ആ ഒരു സെക്ഷനിൽ. പിന്നെ എല്ലാ ടൈപ്പും പൊടികളും കിട്ടും കേട്ടോ. ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയായിരുന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ് ഉള്ളൂ, ഇന്ത്യൻ മാത്രമേ ഉള്ളൂ, കേരളം അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും പിള്ളേർക്ക് ഇനിയിപ്പോൾ മാളിലൊക്കെ പോകണം, അവർക്കതൊക്കെയല്ലേ ഒരു രസം. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവിടെ തൊട്ടടുത്ത് തന്നെ മാളുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അതേ മാളിലേക്കാണ് വന്നേക്കണത്. നമ്മൾ മാളിലെത്തിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. മാള് -23 ആണെന്നേ തണുപ്പ്. എൻ്റെ പൊന്നെ രക്ഷയില്ല, നല്ല കാറ്റ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് മാളിൽ കയറി നോക്കാം. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, എല്ലാം മാളും ഒരേപോലൊക്കെ തന്നെ. എന്നാലൊന്ന് കയറല്ലേ. ഇവിടുത്തെ മാളൊക്കെ 8 മണിയാകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും കേട്ടോ. 8 മണിയെന്ന് പറഞ്ഞാലും 7 മണിയാകുമ്പോഴത്തേനും ഒരുവിധപ്പെട്ട ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടാവും. അതേ ഒരു അവസ്ഥയായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴും. ഞാനങ്ങനെ ജാക്കറ്റൊക്കെ ഇവിടെ അരയെ കെട്ടിയൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഹീറ്ററൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്കിവിടെ നോക്കാട്ടോ. കടകളൊന്നും ക്ലോസ് ആയിട്ടില്ല, പക്ഷെ വല്ല തിരക്കൊന്നും കാണുന്നില്ല. ഇതാണ്ടോ നമ്മൾ വന്ന എൻട്രൻസ്. അപ്പോൾ അവരൊക്കെ കൂടി ഒരു റിപ്പയർ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഫോണിൻ്റെ. നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. നമ്മൾ കയറി എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇതുമാതിരത്തെ ഫോൺ റിപ്പയർ കടകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, അങ്ങനത്തെ അല്ലറ കടകളൊക്കെ ഇങ്ങനെ തുറന്നിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കായിരുന്നു. ഈ ഷട്ടർ ഇട്ടേക്കണ കാരണം നമ്മളിത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ആരുമില്ല, കുറേ പേര് അവിടെ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട്. ഈ കടയൊക്കെ കണ്ട ഷട്ടറിട്ട് പകുതിയാക്കി വെച്ചേക്കാണ്. അതെ, അവർ വരുന്നുണ്ട്. നമ്മളങ്ങനെ നടന്നപ്പോഴാണ് നൈക്കിയുടെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, മെൻസ് വെയറുകൾ. കുറച്ച് ഓഫറിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മളവിടെ വാങ്ങി. പക്ഷേ ബാക്കി എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു. ആ ഒരു വാറൊക്കെ കൊടുത്തതിന് ഡ്രസ്സിന് മാത്രമായിട്ടാണ് അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വാങ്ങുമ്പോഴാണ് ഇതേ പാത്തു എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ. ഞാൻ വിചാരിച്ച വല്ലവരുടെ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇന്ത്യൻ റുപ്പി എനിക്ക് തോന്നുന്നത് 8,000-9,000 രൂപയ്ക്കാണ് ഒരു ടീഷർട്ട് അതിനൊക്കെ വില കൊടുത്തേക്കണത്.
അങ്ങനെ നമ്മൾ അതൊക്കെ കുറേയൊക്കെ കറങ്ങി നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പാത്തുവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ അതേ ഒരു റിങ്ങാണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ആൾക്ക് റിങ് ഭയങ്കര വീക്ക്നെസ് ആണ്ടോ, എവിടെ പോയാലും അത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കുക എന്നുള്ളത് ഒരു ചടങ്ങായി മാറിയൊക്കെയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. അവിടെ നിന്ന് ഇതേ ഇറങ്ങി ഞങ്ങളിറങ്ങി മാളിൽ നിന്ന്. നല്ല തണുപ്പുണ്ടായി, നല്ല ഈ മാളിലൊക്കെ ഉണ്ടല്ലോ ഷോപ്പ് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവില്ലെന്നേ, എന്നാലും നമ്മൾ ചിലപ്പോൾ കയറി ചെല്ലുമ്പോൾ ഓരോരും ക്ലോസ് ആയി കയറാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനത്തെ ഓരോ രീതികളാണ്. ഇപ്പോൾ നമ്മൾ ബബിൾ ടീ കുടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഷോപ്പ് ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഓരോരു ഇതൊക്കെ ക്ലോസ് ചെയ്തു എന്ന് പറയും. അങ്ങനത്തെ ആളുകളാണ് ഇവിടെ മാളിലൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുപാട് മാളുകളിലൊക്കെ പോയിട്ടുണ്ട്, പല മാളുകളിലും നമുക്ക് ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഓരോരോ എക്സ്പീരിയൻസുകൾ അല്ലേ. അപ്പോൾ ഇനി പുതിയ അമേരിക്കയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.